ഹായ് ഫ്രണ്ട്സ്, ഇത് ഇതിന് മുമ്പ് ഒരു പാർട്ട് ഇട്ടായിരുന്നു. ഗാർഡൻ ടൂറിൻ്റെ പാർട്ട് 1 ഇട്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. ഇപ്പം നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്. ധാരാളം ബഡ്സൊക്കെ എനിക്ക് ധാരാളം ബഡ്സൊക്കെ വന്നായിരുന്നു. ഇതാണ് നല്ല ഭംഗിയുള്ള നല്ല റോസാ പോലെ നല്ല ശരിക്ക് പെറ്റൽസൊക്കെ ഉള്ളതാണ്. താമരയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ക്രിസ്റ്റൽ പിങ്ക്. അടുത്തത് പീച്ച് ലേഡി പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്. ഒരു ബേബി പിങ്ക് പോലത്തെ നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഒരു വെള്ള കണക്കത്തെ ഒരു കളറാവും, ലൈറ്റ് ഒരു പിങ്ക് ആവും. നല്ല പക്ക ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ളൊരു വെറൈറ്റിയാണ് പീച്ച് ലേഡി. അടുത്തത് വൈറ്റ് സ്വാനാണ്. നല്ല ഒരു പച്ച കളർ ബഡൊക്കെ ഉള്ളൊരു പൂവാണ്. അത് നല്ല പച്ച സീഡ് പോഡും കൊള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വൈറ്റ് സ്വാൻ. നിറച്ച് പെറ്റൽസൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പച്ച സീഡ് പോഡും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ്. ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഒരുപാട് പൂക്കൾ പിടിച്ചിരിക്കുന്ന വെറൈറ്റിയാണ്. ഇതാണ് വൈറ്റ് സ്വാൻ. അടുത്തത് ഗരുഡ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഒരുപാട് എനിക്കിവിടെ പൂക്കൾ പിടിച്ച വെറൈറ്റിയാണ്. ഒരു സ്റ്റാൻഡിങ് ലീഫ് പോലും വരാതെ ഒറ്റ മൂട്ടിൽ നിന്ന് 2 ബഡൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇതിനകത്ത്. പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് ഗരുഡ. ഇപ്പം റീപ്പോർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റിയാണ്. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന അമേരിക്കൻ മേലിയാണ്. ബ്ലൂമിങ് മെഷീൻ എന്നറിയപ്പെടുന്ന അമേരിക്കൻ മേലിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഞാൻ 2 ചെറിയ പാത്രത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്ന. ചെറിയ പാത്രത്തിലായിട്ടും എനിക്കിവിടെ ഒരുപാട് ബഡ്സൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റു പാത്രങ്ങളെ അപേക്ഷിച്ച് വെറും ചെറിയ പാത്രമാണ്. പക്ഷെ എനിക്കിവിടെ ഒരുപാട് പൂക്കൾ പിടിക്കുന്നുണ്ട് ഇതിനകത്ത്. നല്ല വെറൈറ്റിയാണ്. അമേരിക്കൻ മേലിയെക്കുറിച്ച് പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാവുന്ന വെറൈറ്റിയാണ്. നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള വെറൈറ്റിയാണ്. ഇതാണ് അമേരിക്കൻ മേലിയ. അടുത്തത് വൈഗ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇച്ചിരി പെറ്റൽസ് കുറവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. നല്ല വലിയ പൂവാണ്. എനിക്ക് ആദ്യമായിട്ട് പിടിക്കുന്ന പൂവാണ് ഇത്. നല്ല വലിയ പൂവാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. നല്ല വലിയ പൂവാണ് പിടിക്കുന്നത്. ഇതാണ് വൈഗ. അടുത്തത് വാട്സാന എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല പച്ചയും മഞ്ഞയൊക്കെ ഉള്ളൊരു സീഡ് പോഡാണ്. കാണാൻ നല്ല ഭംഗിയാണ്. വാട്സാനയും എല്ലാവരുടെയും കയ്യിലെ കൊള്ളയായിരിക്കും. നല്ലൊരു ബഡും നല്ല ഭംഗിയുള്ളൊരു പൂവാണ് വാട്സാന. പക്ക ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല പൂവാണ്. ഇതാണ് വാട്സാന. അടുത്തത് അഹല്യയാണ്. ഇതും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന വെറൈറ്റി ആണെന്ന് തോന്നുന്നു. നല്ലൊരു പച്ച സീഡ് പോഡൊക്കെ ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അഹല്യ. പക്ക ട്രോപ്പിക്കലാണ്. ധാരാളം പൂക്കൾ ഒരേ സമയം പിടിക്കുന്ന വെറൈറ്റിയാണ് അഹല്യ. അടുത്തത് എംബാപ്പയാണ്. എംബാപ്പ കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്. നല്ലൊരു വെള്ളയും ഒരു പിങ്കും ഒരു ഗ്രീൻ ഷെയ്ഡും എല്ലാം കൂടെയൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് എംബാപ്പെ. കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. ഇതാണ് എംബാപ്പെ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ ഗാർഡൻ ടൂറ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ ഗാർഡൻ ടൂറ്. ഇത്ര നേരം കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.